പ്രിയമുള്ള +2 വിദ്യാർത്ഥിനികളെ, ഇന്നത്തോടുകൂടി നിങ്ങളുടെ മാത്തമാറ്റിക്സ് എക്സാം പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കെമിസ്ട്രി എക്സാം കംപ്ലീറ്റ് ആയിരുന്നു. ഇന്ന് നിങ്ങൾക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് ഒക്ടോബർ 4 തിങ്കളാഴ്ച ഫിസിക്സ് എക്സാമാണ്. അപ്പോൾ ഫിസിക്സ് എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ 2 പാഠഭാഗം കൂടി റിവൈസ് ചെയ്യാൻ ബാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു, ഓസിലേഷൻസും വേവ്സും. ഇതിൽ വേവ്സ് എന്ന പാഠഭാഗത്തിൻ്റെ റിവിഷൻ ക്ലാസ് ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഓസിലേഷൻസ് എന്ന പാഠഭാഗം നാളെ ഗൂഗിൾ മീറ്റിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു തരികയും ചെയ്യും. സമയം ഇന്ന് ഈവനിങ്ങിൽ നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങളുമായി ഷെയർ ചെയ്തു തരും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പാഠഭാഗം വേവ്സ് അഥവാ തരംഗങ്ങൾ. ഈ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാം, ടോട്ടലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 120 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന 60 മാർക്കിന്റെ ചോദ്യങ്ങൾ എഴുതിയാൽ മതിയാകും. 60 മാർക്കിന്റെ അറിയാവുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾ ഈ 120 മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെഴുതാം. ഇതിൽ ഓരോ സെഷൻ ഉണ്ടായിരിക്കും, ABC. എ സെഷനിൽ 24 മാർക്കിൽ 12 മാർക്കുള്ള ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ബി സെഷനിൽ എ സെഷനിൽ 12 മാർക്കുള്ള ചോദ്യം അറ്റൻഡ് ചെയ്യാം. ബി സെഷനിൽ 48 മാർക്കിനുള്ള ചോദ്യങ്ങളിൽ 24 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സി സെഷനിലും 48 മാർക്കിൽ 24 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഫോക്കസ് ഏരിയ കൂടി ആയതോട് കൂടിയിട്ട് ഓരോ പാഠഭാഗങ്ങളും വളരെ കുറച്ച് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാകും. ഇറ്റ് മീൻസ് നിങ്ങൾ പഠിച്ച ഒരു കാര്യവും വേസ്റ്റ് ആയി പോകുന്നില്ല, പഠിച്ച ഒരു കാര്യവും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, എന്തായാലും എഴുതി വെക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചതൊന്നും വേസ്റ്റ് ആകില്ല. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, ഫോക്കസ് ഏരിയ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ പാഠഭാഗം ആരംഭിക്കുകയാണ്. വേവ്സ് എന്ന പാഠഭാഗത്തിൽ 2 കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിലും വളരെ ചെറിയ എളുപ്പകരമായിട്ടുള്ള 2 കാര്യങ്ങളാണ് വേവ്സ് എന്ന പാഠഭാഗത്തിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ 2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നത് നമ്മൾ പറയും. ആ 2 കാര്യങ്ങളാണ് ബോർഡിൽ ഇതാ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്നാമതാണ് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഓഫ് എ പ്രോഗ്രസീവ് വേവ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഓഫ് എ പ്രോഗ്രസീവ് വേവ്? അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് എ പ്രോഗ്രസീവ് വേവ്, വെലോസിറ്റി ഓഫ് എ പ്രോഗ്രസീവ് വേവ്. ഈ 2 കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്കും നമുക്ക് പ്രവേശിക്കാം. ഓക്കെ ലിസൺ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്. എന്താ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് മലയാളത്തിൽ സ്ഥാനാന്തരം എന്ന് പറയും. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒരു വ്യക്തി സഞ്ചരിച്ചാൽ അതൊരു സ്ഥാനാന്തരം ഉണ്ടായിരിക്കും. ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്കുള്ള അല്ലെങ്കിൽ 2 സ്ഥാനങ്ങൾക്കിടക്കുള്ള അന്തരം, ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ? പ്രോഗ്രസീവ് വേവ് വേറൊന്നുമില്ല. പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വേവ് അഥവാ ട്രാവലിംഗ് വേവ്, ചലിക്കാൻ സാധിക്കുന്ന തരംഗങ്ങൾ. ഫോർ എക്സാമ്പിൾ കുളത്തിലുള്ള തരംഗങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കും. നമ്മളൊരു കുളത്തിൽ വെറുതെ ഒരു കല്ലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ കല്ലെടുത്ത് വീണ ഭാഗം മുതൽ ആ തരംഗം ഇങ്ങനെ വേറൊരു ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. വേറൊരു എക്സാമ്പിൾ കടലിലുള്ള തിരമാലകൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കും. ഇങ്ങനെ സഞ്ചരിക്കുന്ന ട്രാവൽ ചെയ്യുന്ന വേവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഗ്രസീവ് വേവ്. അത്തരത്തിലുള്ള പ്രോഗ്രസീവ് വേവിന്റെ, സഞ്ചരിക്കുന്ന വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരവും വെലോസിറ്റി അഥവാ വേഗതയും, ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വേഗം കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രോഗ്രസീവ് വേവ് അല്ലാതെ മറ്റൊരു വേവും കൂടെ ഉണ്ട്, സ്റ്റേഷണറി വേവ്. നമ്മൾ ഓഫ്ലൈനിൽ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തിരുന്നു. 2 വ്യക്തികൾ അവിടെയും ഇവിടെയുമായി കയറ് പിടിച്ചിട്ട് കറക്കുന്ന സമയത്ത് ആ കയറുകളിൽ വേവുകൾ, 1 വേവ്, 2 വേവ്, 3 വേവ്, 4 വേവ് എന്നിങ്ങനെ വേവുകൾ രൂപപ്പെടുന്നു. അത് നമ്മൾ നോഡ്, ആന്റിനോഡ്, ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫോർത്ത് ഹാർമോണിക് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യിപ്പിച്ചിരുന്നു. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ വേവ്സ് എന്നത് നോക്കുക. ഈ വേവ്സ് എന്നത് ഒരിക്കലും ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്.
എവിടേക്കും പോകുന്നില്ല. ഈ മറ്റൊരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ശ്രദ്ധിക്കുക. ഞാൻ ഒരു കയറുണ്ട് എന്റെ കയ്യിൽ, കയറിന്റെ ഒരറ്റം ഞാൻ ദൂരെ ഒരു ജനാലയിൽ കെട്ടിയിട്ട് ഈ അറ്റം എന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കയറിൽ ഏതോ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു റിബൺ നാട എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, റിബണും കെട്ടിയിട്ട് കയർ ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞാൽ കയറിലൂടെ ഒരു വേവ് ഇങ്ങനെ പോകും. പക്ഷെ ആ റിബൺ മുകളിലേക്കും താഴേക്കും മാത്രമായിട്ടാണ് ചലിക്കുക. റിബൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ യാതൊരുവിധ ഡിസ്പ്ലേസ്മെന്റും സംഭവിക്കുന്നില്ല. അത് മുകളിലേക്കും താഴേക്കും മാത്രമായിട്ട് ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് ഓസിലേഷൻസ് എന്നാണ് പറയുക. ഓസിലേഷൻസ് അല്ലെങ്കിൽ ഓസിലേഷൻ കാരണമായിട്ടുണ്ടാകുന്ന വേവുകൾ ഒരിക്കലും ട്രാവലിംഗ് വേവ് അഥവാ പ്രോഗ്രസീവ് വേവ് അല്ല. അത് സ്റ്റേഷനറി വേവുകളാണ്, ഒരു ഭാഗത്ത് നിശ്ചലമായി നിൽക്കുന്ന വേവുകളാണ്. അത്തരത്തിലുള്ള വേവുകളെ കുറിച്ച് അല്ല ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രോഗ്രസീവ് വേവ് അഥവാ ചലിക്കുന്ന തരംഗങ്ങളെ കുറിച്ചാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരു കുളമുണ്ട് മക്കളെ, നിങ്ങൾ സങ്കല്പിക്കുക. ഒരു കുളമുണ്ട്, കുളത്തിൽ ഞാൻ ഒരു കല്ലെടുത്തിടുകയാണ്. കുളത്തിൽ വെറുതെ ഒരു കല്ലെടുത്ത് ഞാൻ ഇട്ടു. അങ്ങനെ ഒരു കുളത്തിൽ കല്ലെടുത്തിട്ട സമയത്ത് ആ കുളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു വേവിന്റെ ചിത്രമാണ് ഞാനിത് അവിടെ ബോർഡിൽ വരക്കുന്നത്. വെറുതെ ഒരു കുളത്തിലാണ് കല്ലെടുത്തിട്ടപ്പോ അവിടെ കുളത്തിൽ നിന്നും ഒരു വേവ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ വേവിന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങളുണ്ട്. 1, 2, 3, 4, 5, 6. എന്താണ് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് വേവ് നമ്പർ, എന്താണ് വേവ് ലെങ്ത്, എന്താണ് ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി, വെലോസിറ്റി, ഫേസ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഒരു കുളത്തിൽ ഞാൻ കല്ലെടുത്തിട്ട സമയത്ത് ആ കുളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള വേവ്സ് ആണ്. നോക്കുക മക്കളെ, കുറെ ഉയരം കൂടിയ ഭാഗങ്ങളും കുറെ ഉയരം കുറഞ്ഞ ഭാഗങ്ങളും ഈ വേവിനുണ്ട്. വേവിന്റെ ഇത്തരം ഉയരം കൂടിയ ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് പറയും, മലയാളത്തിൽ ശൃംഗം എന്ന് വിളിക്കാം. വേവിന്റെ ഉയരം കുറഞ്ഞ ഇത്തരം ഭാഗങ്ങളെ നമുക്ക് ട്രഫ് എന്ന് വിളിക്കാം, ഗർത്തം എന്ന് മലയാളത്തിൽ പറയാം. ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1, 2, 3, 4 ക്രസ്റ്റുകളാണ് ഈ ചിത്രത്തിലുള്ളത്. അതുപോലെ തന്നെ 1, 2, 3, 4 ട്രഫുകളുമാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ക്രസ്റ്റ് ആണ്, ഇതൊരു ട്രഫ് ആണ്. ഇത്തരം ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നതാണ് ഒരു വേവ്. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നതാണ് ഒരു വേവ്. അപ്പൊ ഒരു ക്രസ്റ്റ് മാത്രമാണെങ്കിലോ അര വേവേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ചോ, ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നതാണ് ഒരു വേവ്. ഇങ്ങനെ എത്ര വേവുകൾ ഈ ചിത്രത്തിലുണ്ട് നോക്കൂ. ഇത് ഒന്നാമത്തെ വേവ്, ഇത് രണ്ടാമത്തെ വേവ്, ഇത് മൂന്നാമത്തെ വേവ്, ഏറ്റവും ലാസ്റ്റ് വൺ നാലാമത്തെ വേവ്. ഇത്തരം 4 വേവുകളാണ് ഈ ചിത്രത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നതാണ് ഒരു വേവ്. അത്തരത്തിൽ 4 വേവുകൾ ഈ ചിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്ന ഒന്നാമത്തെ വേവാണ് ഫസ്റ്റ് വേവ്. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നിട്ടുള്ള രണ്ടാമത്തെ വേവാണ് ഇവിടുന്ന് മുതൽ ഇതുവരെ. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നിട്ടുള്ള മൂന്നാമത്തെ വേവാണ് ഇവിടുന്ന് മുതൽ ഇതുവരെ. ഇത് നാലാമത്തെ വേവ്. ഇത്തരത്തിൽ ഓരോ വേവിനും ഓരോ നമ്പർ ഉണ്ട്. ഫസ്റ്റ് വേവ്, ഇത് രണ്ടാമത്തെ വേവ്. അങ്ങനെയാണെങ്കിൽ ഈ വേവിന്റെ നമ്പർ എത്രയാണ്? 4 നാലാമത്തെ വേവാണ്. ഇങ്ങനെ വേവിന്റെ നമ്പറിനെ നമ്മൾ സാധാരണ ഒരു അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കും, അതാണ് കെ. ഇറ്റ് ഈസ് കാൾഡ് വേവ് നമ്പർ. വേവിന്റെ നമ്പർ എത്രാമത്തെ വേവാണ്? ഒന്നാമത്തതാണോ, രണ്ടാമത്തതാണോ, മൂന്നാമത്തതാണോ, നാലാമത്തതാണോ? ഇറ്റ് ഈസ് റെപ്രസെന്റ് ദി വേവ് നമ്പർ. വേവ് നമ്പർ കെ കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ട് മക്കളെ, ശ്രദ്ധിച്ചോളൂ. കെ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് 2π/λ. വേവ് നമ്പർ കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2π/λ. 2π എന്നാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം, അതൊരു ആംഗിൾ ആണ്. പൈയുടെ വാല്യൂ എല്ലാവർക്കും അറിയാം 3.14. പൈന്റെ വാല്യൂ 3.14. രണ്ടാമതായിട്ട് താഴെ കിടക്കുന്ന ലാംഡ. എന്താണത് സാധനം? ലാംഡ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേവ് ലെങ്ത് എന്നാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വേവ് ലെങ്ത്. വേവ് ലെങ്ത് ആണ് ലാംഡ. എന്താണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? അടുത്തടുത്ത 2 ക്രസ്റ്റുകൾക്കോ അതല്ലെങ്കിൽ
അടുത്തടുത്ത രണ്ട് ട്രഫുകൾക്കോ ഇടയ്ക്കുള്ള അകലത്തിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുക. അടുത്തടുത്ത രണ്ട് ക്രസ്റ്റുകൾക്കോ അതല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ട്രഫുകൾക്കോ ഇടയ്ക്കുള്ള അകലത്തിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അഥവാ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള അകലമാണ് വേവ് ലെങ്ത്, അല്ലെങ്കിൽ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള അകലമാണ് വേവ് ലെങ്ത്. ഇവിടുന്ന് മുതൽ ഇതുവരെ അല്ലെങ്കിൽ ഇവിടുന്ന് മുതൽ ഇതുവരെ ഇതേ അകലം തന്നെ ആയിരിക്കും ഒരു വേവിന്റെ നീളം. ഒരു വേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നതാണ്. ഈ ഒരു വേവിന്റെ നീളവും ഇത് തന്നെയായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഒരു വേവിന്റെ നീളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് ലെങ്ത്. ഒരു തരംഗത്തിന്റെ നീളത്തെ, ഒരു തരംഗത്തിന്റെ ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് ലെങ്ത്. കേട്ടോ, കിട്ടിയോ? എന്താണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് വൺ വേവ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ക്രസ്റ്റ് അല്ലെങ്കിൽ ടു അഡ്ജസന്റ് ട്രഫ്. അടുത്തടുത്ത രണ്ട് ക്രസ്റ്റുകൾക്കോ അതല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ട്രഫുകൾക്കോ ഇടയ്ക്കുള്ള അകലത്തിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുക. വേവ് ലെങ്തിനെ നമ്മൾ സാധാരണ ഏതക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്? ലാംഡ, ഗ്രീക്ക് ലെറ്റർ ലാംഡ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ മൂന്നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ക്രസ്റ്റ്, വേവിന്റെ ഉയരം കൂടിയ ഭാഗമാണ് ക്രസ്റ്റ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ട്രഫ്, വേവിന്റെ ഉയരം കുറഞ്ഞ ഭാഗമാണ് ട്രഫ്. ഓരോ വേവിനും ഓരോ നമ്പർ ഉണ്ട്. ഇത് ഒന്നാമത്തെ വേവ്, ഇത് രണ്ടാമത്തെ വേവ്, ഇത് മൂന്നാമത്തെ വേവ്, ഇത് നാലാമത്തെ വേവ്. വേവിന്റെ നമ്പറിനെ നമ്മൾ കെ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുക. വേവ് നമ്പർ കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2π/λ. ഇതിൽ ലാംഡ എന്നത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ രണ്ട് അഡ്ജസന്റ് ക്രസ്റ്റുകൾക്കോ അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ട്രഫുകൾക്കോ ഇടയ്ക്കുള്ള അകലത്തിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുക. മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. ഇത് നിങ്ങൾ കണ്ടോ? വേവിന്റെ ഉയരമാണ്. വേവിന്റെ ഉയരം നമുക്കറിയാം. സുനാമികളൊക്കെ വരുന്ന സമയത്ത് സുനാമി വേവിനൊക്കെ ഒരു തെങ്ങിന്റെ ഉയരത്തിലാത്രേ സുനാമി വേവുകളൊക്കെ വന്നിട്ടുള്ളത്. കുളത്തിലുള്ള വേവുകളൊക്കെ ആണെങ്കിൽ 2-3 സെന്റിമീറ്റർ ഉയരം ഉണ്ടാവുള്ളൂ. എന്നാൽ കടലിൽ സാധാരണ നോർമലി വീശുന്ന വേവുകളാണെങ്കിൽ 1 മീറ്റർ 1.5 മീറ്റർ ഉയരത്തിലൊക്കെ ചിലപ്പോ വേവ് വന്നേക്കും. എന്നാൽ സുനാമികൾക്കൊക്കെ ഒരു തെങ്ങിന്റെ ഉയരം അത്ര വരിക. ചുരുക്കി പറഞ്ഞാൽ ഒരു വേവിന്റെ ഉയരത്തെ, ഒരു വേവിന്റെ ഹൈറ്റിനെ, ഈ ഉയരത്തെ, ഇവിടുന്ന് മുതൽ ഈ ഉയരത്തെ, ഒരു വേവിന്റെ ഹൈറ്റ്, സമുദ്ര ജലനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് വേവ് വരുന്നത്? വേവിന്റെ ഈ ഹൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ എ. Amplitude is represented by letter A. Amplitude is represented by capital letter A. അപ്പോൾ നമ്മൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വേവിന്റെ ഉയരമാണ്. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ K കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2π/λ. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത രണ്ട് ക്രസ്റ്റുകൾക്കോ അതല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ട്രഫുകൾക്കോ ഇടയ്ക്കുള്ള അകലമാണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു 1/f. വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് 1/f. ഇതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണോ? ഫ്രീക്വൻസി ആണ്. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കൊതുകിന്റെ ഫ്രീക്വൻസി എന്നത് 90 ഹെർട്സ് ആണെന്നൊക്കെ. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കൊതുകിന്റെ ചിറക് ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ ഏകദേശം 90 വട്ടം കമ്പനം ചെയ്യും. കമ്പനങ്ങളുടെ എണ്ണം, ഒരു സെക്കൻഡിലുള്ള കമ്പനങ്ങളുടെ എണ്ണത്തിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് നമ്മൾ ഓസിലേഷനിൽ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ നമ്പർ ഓഫ് വേവ്സ് ഫോംഡ് ഇൻ എ യൂണിറ്റ് ടൈം ഈസ് കാൾഡ് ഫ്രീക്വൻസി. ഈ പാഠഭാഗത്തിൽ, വേവ്സ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ അങ്ങനെയാണ് ഫ്രീക്വൻസിയെ നിർവചിക്കുക. എന്താണ്? നമ്പർ ഓഫ് വേവ്സ് ഫോംഡ് ഇൻ എ യൂണിറ്റ് ടൈം. നമ്പർ ഓഫ് വേവ്സ് ഫോംഡ് ഇൻ എ യൂണിറ്റ് ടൈം ഈസ് കാൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സമയത്ത് രൂപപ്പെടുന്ന വേവുകളുടെ എണ്ണമാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ദി നമ്പർ ഓഫ് വേവ്സ് ഫോംഡ് ഇൻ എ യൂണിറ്റ് ടൈം. അതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയും നമ്മൾ എന്താന്ന് പഠിച്ചു? ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു n/t. വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു 1/f. വേവ് നമ്പർ k ഈക്വൽ ടു 2π/λ. നോക്കിയേക്കാം, 2π/λ. ലാംഡ എന്ന് പറഞ്ഞാൽ 1/f ആണെന്ന് നമുക്കറിയാം. ലാംഡ എന്ന് പറഞ്ഞാൽ 1/f. അപ്പോ 1/λ എന്ന് പറഞ്ഞാലോ, തിരിച്ചിടത്ത് λ/1 ആണ്. 1/λ എന്ന് പറഞ്ഞാലോ f/1 അല്ലെങ്കിൽ f. ഇറ്റ് മീൻസ് k വേണമെങ്കിൽ 2π × 1/λ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ 2πf എന്ന് എഴുതാം. k കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് 2πf. ഓക്കെ, 2πf എന്നും നമുക്ക് k എഴുതാം. 2π/λ k കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്
2π k കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. എങ്ങനെ വന്നതെന്ന് മനസ്സിലാക്കുക. 1/λ എന്ന് പറഞ്ഞാൽ f ആണ്. 2π × 1/λ. 1/λ എന്ന് പറഞ്ഞാൽ എന്താണ്? f ആണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് n/t. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഈസ് ദി ഹൈറ്റ് ഓഫ് വേവ്. മറ്റൊരു കാര്യമുണ്ട് ഫേസ്. ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസ് അല്ല, ഫേസ് എന്ന് പറഞ്ഞാൽ വേവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിന് പറയുന്ന പേരാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദിസ് വേവ് ഈസ് കാൾഡ് ഫേസ്. നോക്കി നോക്കുക, ഈ വേവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്രയാണ്? 0 നിന്നാണ്. എന്നാൽ ഇതേ രൂപത്തിൽ മറ്റൊരു വേവും കൂടെ ഞാൻ താഴെ വരയ്ക്കുന്നുണ്ട്. നേരെ ശ്രദ്ധിച്ചോ. അല്ല, ഇതിപ്പോ തന്നെ വരക്കാം, ഡോട്ട് ഇട്ട് വരക്കാം. മറ്റൊരു വേവ് ഞാൻ ഡോട്ട് ഇട്ട് വരക്കുന്നുണ്ട്. എന്താ രണ്ട് വേവും തമ്മിലുള്ള വ്യത്യാസം? ഈ വേവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എവിടുന്നാണ്? നോക്കി നോക്കാം, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എത്രയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? -1 എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെ? അപ്പോ ഈ രണ്ടാമത്തെ ഈ ഡോട്ടഡ് വേവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നത് മൈനസ് വേവ് ആണ്. ഡോട്ടഡ് വേവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നത് മൈനസ് വേവ് ആണ്. ഡോട്ടഡ് അല്ലാത്ത ശരിക്കുള്ള ഈ വേവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നത് 0 ആണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ്. ചിലപ്പോൾ ചോദിക്കും, രണ്ടിന്റെയും ഫേസ് ഡിഫറൻസ് എത്രയാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള അന്തരം എത്രയാണ്? അങ്ങനെ ഫേസ് ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 0-ന്റെയും -1-ന്റെയും ഇടയ്ക്കുള്ള അന്തരം എന്ന് പറഞ്ഞാൽ 1 ആണ്. അതാണ് ഫേസ് ഡിഫറൻസ്. മനസ്സിലാക്കി വെക്കുക. ഫേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി വേവ് ആണ്. എന്നാൽ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വേവുകളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള അന്തരത്തെ, ഡിഫറൻസിനെ, അകലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ φ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമാണ് ആംഗുലാർ ഫ്രീക്വൻസി. എന്താ പറയുക? ആംഗുലാർ ഫ്രീക്വൻസി. എന്താണ് ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ ഒമേഗ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ വേഗതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി. ഈസ് ദി വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. അത് കാണാൻ മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി കാണാനുള്ള അത് കറങ്ങിയ ആംഗിൾ θ/t. ഇവിടെ കറങ്ങുന്ന ആംഗിൾ എന്നതിന് പകരം നമ്മൾ നേരത്തെ എടുത്തതുപോലെ 2π ആണ് എടുക്കുന്നത്. 2π/t. 2π/t ആണ് ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ. ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് 2π/t. 2π/t. മനസ്സിലാക്കി വെക്കുക. ഫ്രീക്വൻസിയും എന്താ ടി എന്ന് പറഞ്ഞാൽ ടി ഈസ് കാൾഡ് ടൈം പീരിയഡ്. ഒരു തവണ കറങ്ങി വരാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ ടി അഥവാ ടൈം പീരിയഡ് എന്ന് വിളിക്കുന്നത്. 2π എന്നത് ഒരു തവണ കറങ്ങുമ്പോഴുള്ള ആംഗിൾ 2π 360 ഡിഗ്രി അഥവാ 2π/t. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എഫ് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് എഫ് n/t. നമ്മൾ പറഞ്ഞു ഒരു തവണ കറങ്ങി വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? n എന്നത് എത്രയാണ്? 1 ആണ്. 1/t എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എഫ് കാണാനുള്ള ഇക്വേഷൻ n/t ആണ്. n എന്നത് 1 ആണ് എങ്കിൽ അഥവാ നമ്പർ ഓഫ് റൊട്ടേഷൻ, നമ്പർ ഓഫ് വേവ്സ് എന്നത് 1 ആണ് എങ്കിൽ ആൻസർ 1/t എന്നാണ് വരിക. അഥവാ എഫ് 1/t ആണ് എങ്കിൽ ഒമേഗ കാണാനുള്ള ഇക്വേഷനിൽ 1/tക്ക് പകരം നമുക്ക് f എന്ന് കൊടുക്കാം. 2πf എന്നും വേണമെങ്കിൽ എന്ത് പറയാം? ഒമേഗ പറയാം. അതേപോലെ ഒരു ഇക്വേഷൻ ഇവിടെയും വന്നിട്ടുണ്ട്. എവിടെ? വേവ് നമ്പറിലും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആംപ്ലിറ്റ്യൂഡ്, വേവ് നമ്പർ, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി, ഫേസ്, ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഫോക്കസ് ഏരിയയിലെ ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ? ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്നത് എന്താണ്? നമ്മൾ പഠിച്ചു. ഒരു പ്രോഗ്രസീവ് വേവ് ഒരു XY ആക്സിസിലൂടെ പോകുന്ന ഒരു വേവ് ആണ്. ഇതാണ് X ആക്സിസ്, ഇതാണ് Y ആക്സിസ്. XY ആക്സിസുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വേവ്. Y ആക്സിസ് എന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡിനെയും X ആക്സിസ് എന്നത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനെയും റെപ്രസെന്റ് ചെയ്യും. ഈ വേവിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്നത് എന്താണ്? അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്നത് എന്താണ്? അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഈ വേവ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അങ്ങോട്ടല്ലേ? അഥവാ പോസിറ്റീവ് X ഡയറക്ഷനിലേക്കാണ് ഈ വേവ് സഞ്ചരിക്കുന്നത്. ഒരു വേവ് സഞ്ചരിക്കുന്നത് പോസിറ്റീവ് X ഡയറക്ഷനിലേക്കാണ് എങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് y
എ സൈൻ ബ്രാക്കറ്റിന്റെ ഉള്ളില് kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ. എന്താണ്? ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു വേവ് സഞ്ചരിക്കുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് എങ്കിൽ, അഥവാ അങ്ങോട്ടാണ് എങ്കിൽ, ആ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ. വൈ എന്നത് ഡിസ്പ്ലേസ്മെന്റ്, എ എന്നത് ആംപ്ലിറ്റ്യൂഡ്. സൈൻ ഉള്ളത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെയാണ് സൈൻ. കെയോ, കെ എന്താണ്? കെ വേവ് നമ്പർ. എക്സ് എന്നുള്ളതോ എക്സ് ആക്സിസിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എക്സ് വൈ എന്നൊക്കെ ഉള്ളത് എക്സ് വൈ ആക്സിസുകൾ അല്ലെങ്കിൽ ആ കോർഡിനേറ്റ്സിനെ പറയുന്നതാണ്. ഒമേഗ എന്നതോ ഒമേഗ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി. ടി എന്നതോ ടൈം. ഫൈയോ ഫൈ ഫേസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരു പോസിറ്റീവ് എക്സ് ആക്സിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വേവിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് നമുക്ക് കണക്കാക്കാം. y ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഇനി തിരിച്ചും പറയാം. ഇനി വേവ് സഞ്ചരിക്കുന്നത് ഇതാ ഇതുപോലെയാണ്. എക്സ് വൈ ആക്സിസ് ആണ്. വേവ് സഞ്ചരിക്കും ഇവിടുന്ന് അങ്ങോട്ടല്ല. നോക്കിക്കോളൂ. ഈ വേവ് സഞ്ചരിക്കുന്ന ഒന്നില്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഇതാണ് സെന്റർ എന്ന് വിചാരിക്കാം. എക്സ് വൈ ഇങ്ങോട്ട് മൈനസ് വൈ, താഴത്തേക്ക് മൈനസ് എക്സ്. വേവ് സഞ്ചരിക്കുന്ന ഇവിടുന്ന് അങ്ങോട്ടല്ല, അവിടുന്ന് ഇങ്ങോട്ടായിക്കോട്ടെ, അങ്ങനെ വരൂലേ? അവിടുന്ന് ഇങ്ങോട്ടാണ് വേവ് സഞ്ചരിക്കുന്നത്. നേരത്തെ സഞ്ചരിച്ചതിന്റെ നേർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വേവ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഇക്വേഷൻ എന്താ വരിക? y ഈക്വൽ ടു എ സൈൻ ബ്രാക്കറ്റിന്റെ ഉള്ളില് kx പ്ലസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. ഓക്കെ, ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ശ്രദ്ധിക്കുക. ഒരു ട്രാവലിംഗ് വേവിന്റെ അഥവാ ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. y ഈക്വൽ ടു എ സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ when the wave is traveled in positive x direction. എന്നാൽ y ഈക്വൽ ടു എ സൈൻ kx പ്ലസ് ഒമേഗ ടി പ്ലസ് ഫൈ ആയിരിക്കും എപ്പോ? when the wave is traveled in negative x direction. ഇനി എങ്ങനെയാണ് ഈ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തി മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വർഷം എങ്ങനെയായിരിക്കും ഈ ഭാഗത്ത് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് കടന്നു നോക്കണം മക്കളെ. ഒരു മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ഇതാ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എ ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഓൺ എ സ്ട്രിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y ഈക്വൽ ടു 3 സൈൻ 36t plus 0.018x plus pi by 4, where x, y are in centimeter, c means centimeter, and t in seconds. Sub question A, is it a traveling or stationary wave? ഇതൊരു ട്രാവലിംഗ് ആയിട്ടുള്ള വേവ് ആണോ അതോ നിശ്ചലമായിട്ടുള്ള വേവ് ആണോ? What are its amplitude and frequency? ഈ ഇക്വേഷൻ നോക്കിയിട്ട് ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കാൽക്കുലേറ്റ് ചെയ്യുക. What is the initial phase at the origin? ഈ ഇക്വേഷൻ നോക്കിയിട്ട് ഈ വേവിന്റെ ഇനീഷ്യൽ ഫേസ് ഏതാണെന്ന് കണ്ടെത്തുക. അതുപോലെ തന്നെ if it is traveling wave, ഇതൊരു ട്രാവലിംഗ് വേവ് ആണ് എങ്കിൽ what are the speed and direction of propagation? ഇതിന്റെ സ്പീഡും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഇതാണ് ചോദ്യം. ഈ ഒരു ഏരിയയിൽ ചോദിക്കുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. നിങ്ങൾ ഏത് മുൻവർഷത്തെ 8-10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ട്രാവലിംഗ് വേവുമായി ബന്ധപ്പെട്ട് ഈ ടൈപ്പ് ചോദ്യങ്ങളെ വരുള്ളൂ. ഒരു വ്യത്യാസം, ചിലപ്പോൾ ഈ വാല്യൂസ് 3 സൈന് പകരം 6 സൈൻ, അങ്ങനെ വാല്യൂസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ഈ ഒരു ഏരിയയിൽ പരിശീലിച്ചാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ചെയ്തു തരും. ഇന്ന് സിമിലർ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു തരില്ല. അത് നമ്മൾ ജസ്റ്റ് ബോർഡിൽ കാണിച്ചു തരും. നിങ്ങൾ അത് നോക്കിയെടുത്തിട്ട് ഉത്തരം കണ്ടെത്താൻ നോക്കുക. ഉത്തരം നമ്മൾ അതിന്റെ കൂടെ തന്നെ താഴെ നിൽക്കും കേട്ടോ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇക്വേഷൻ എന്താ തന്നിട്ടുള്ളത്? y of x, t ഈക്വൽ ടു അല്ലെങ്കിൽ y ഈക്വൽ ടു 3 സൈൻ 36t പ്ലസ് 0.18x പ്ലസ് പൈ ബൈ 4. ഇതാണ് നമ്മുടെ വേവിന്റെ ഇക്വേഷൻ ആയിട്ട് ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യം. തൊട്ട് മുമ്പ് വേവിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു.
ഇങ്ങോട്ട് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് വരുന്ന ഒരു വേവ് ആണ് എങ്കിൽ അതിന്റെ ഇക്വേഷൻ എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5 ആണ് എന്നും, തിരിച്ച് അങ്ങോട്ട് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരു വേവ് ആണ് എങ്കിൽ അതിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് 5 ആണ് എന്നും നമ്മൾ പഠിച്ചിരുന്നു. ഈ റിലേഷൻ അല്ലെങ്കിൽ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഇക്വേഷൻ ഇതിൽ ഏതുമായിട്ടാണ് കൂടുതൽ സിമിലാരിറ്റി പുലർത്തുന്നത്, കൂടുതൽ സാദൃശ്യം പുലർത്തുന്നത്? നിങ്ങൾ നോക്കി നോക്കൂ. ഒന്നാമതായിട്ടാണോ രണ്ടാമതായിട്ടാണോ? നോക്കി നോക്കൂ. ഇതില് 36 ടി പ്ലസ് 0.018 എക്സ് പ്ലസ് പൈ ബൈ 4. കാരണം എല്ലാം പ്ലസ് ആണ് അല്ലെ? ഇവിടെയും പ്ലസ് ഇവിടെയും പ്ലസ്, ഇവിടെ ഒരിടത്ത് മൈനസ് ഉണ്ട്, എന്നാൽ ഇവിടെ എല്ലായിടത്തും പ്ലസ് ആയതുകൊണ്ട് ഈ ഇക്വേഷൻ കൂടുതൽ സാദൃശ്യം പുലർത്തുന്നത് ഈ റിലേഷനുമായിട്ടാണ്, അഥവാ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് പോകുന്ന വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷനുമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ആ ഇക്വേഷൻ ഇവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. എന്താണ്? y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു എക്ക് പകരം എത്രയാണ്? 3 സൈൻ കെ എക്സ്, അതിന് പകരം ഇവിടെ 36 ടി പ്ലസ് 0.018 എക്സ് പ്ലസ് പൈ ബൈ 4 അല്ലേ? അല്ലേ? നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ കെ എക്സ് ആണ്, കെ എക്സിന് പകരം ഇപ്പുറത്താണ് വരുന്നത്, ഒമേഗ ടിക്ക് പകരം ഇപ്പുറത്താണ്. അതുകൊണ്ട് 36 ടി പ്ലസ് 0.18 എക്സിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചെഴുതാം, കുഴപ്പമൊന്നുമില്ല. ചക്ക പ്ലസ് മാങ്ങ എന്ന് പറഞ്ഞാലും മാങ്ങ പ്ലസ് ചക്ക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചെഴുതുന്നു മാത്രം. 0.18 എക്സ് ആദ്യം എഴുതുന്നു, നോക്കിക്കോളൂ. 0.018 എക്സ് പ്ലസ് നോക്കി ഒമേഗ ടിക്ക് പകരം 36 ടി പ്ലസ് പൈ ബൈ 4. ഇപ്പൊ ഇക്വേഷൻ കറക്റ്റ് ആയി. ഇത് ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ആൾറെഡി അറിയാവുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഞാൻ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈസ് ഇറ്റ് ട്രാവലിംഗ് ഓർ സ്റ്റേഷനറി? ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തരംഗമാണോ അതോ നിശ്ചലമായി നിൽക്കുന്ന തരംഗമാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. എടോ, ഈ ഇക്വേഷൻ എന്ത് കാണാനുള്ളതാണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പ്രോഗ്രസീവ് വേവ്. എന്താ പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ? ട്രാവലിംഗ് വേവ്, സഞ്ചരിക്കുന്ന വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണിത്. അപ്പൊ നമുക്ക് നിസ്സംശയം പറയാം, ഈ ഇക്വേഷൻ ഇതുമായി സിമിലാരിറ്റി പുലർന്നുകൊണ്ട്, സാദൃശ്യപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഇത് ഒരു ട്രാവലിംഗ് വേവ് ആണ്, സ്റ്റേഷനറി വേവ് അല്ല, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേവ് ആണ്. ഓക്കെ, ബി ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ആർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കണക്കാക്കുക. ആംപ്ലിറ്റ്യൂഡ് എന്നത് ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതാണ് അക്ഷരം? എ ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്നത് എ ആണ്. എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് 5 എന്നതിൽ എ ആണ് ആംപ്ലിറ്റ്യൂഡ്. എ എന്നത് സൈനിന്റെ കോഎഫിഷ്യന്റ് ആണ്. അതേപോലെ സൈനിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഏതാണ്? 3 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബി ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയാം, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്നത് 3 ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്നത് നിസ്സംശയം ഇതിൽ നോക്കിയിട്ട് നമുക്ക് പറയാം 3 ആണ്. ഫ്രീക്വൻസി, അടുത്ത ചോദ്യം ഏതാണ്? ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ഫ്രീക്വൻസി ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൽ ഫ്രീക്വൻസി കാണാൻ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടോ? എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്പർ ഓഫ് വേവ്സ് ഫോംഡ് ഇൻ എ യൂണിറ്റ് ടൈം, F is equal to n/t. ഒരു യൂണിറ്റ് സെക്കൻഡ് സമയത്തിനുള്ളിൽ രൂപപ്പെട്ട തരംഗങ്ങളുടെ എണ്ണത്തിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുക. ഇതിൽ എഫ് എന്നൊരു കാര്യം ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല. പകരം കെ ഉണ്ട്, ഒമേഗയുണ്ട്, ഫൈ ഉണ്ട്. എന്താണോ കെ എന്ന് ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഒമേഗ കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? 2πf. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. നമുക്കറിയാം ഒമേഗ അഥവാ ആംഗുലാർ ഫ്രീക്വൻസി ഈക്വൽ ടു 2πf. പൈയുടെ വാല്യൂ എത്രയാണോ പൈയുടെ വാല്യൂ? 3.14. അതുകൊണ്ട് നമുക്ക് 2 ×
3.14 അപ്പൊ നോക്കുക ഒമേഗ ഈക്വൽ ടു 2πf വിച്ച് ഇസ് ഈക്വൽ ടു 2 into 3.14 into f. ഇതിൽ ഒമേഗ എന്ന് ഇതിൽ നോക്കി കണ്ടെത്താൻ പറ്റുമോ? പറ്റും. നോക്കി വെക്കാം. ഒമേഗ ടിക്ക് പകരം ഇവിടെ എത്രയാണ്? 36t. ഒമേഗ ടിക്ക് പകരം ഇവിടെ 36t എന്നതാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ടിയും കണ്ട് ഒഴിവാക്കിയാൽ ഈസി ആയിട്ട് ഒമേഗ കിട്ടില്ലേ? എത്രയാണ് ഒമേഗ കിട്ടുന്നത്? 36. ഇവിടെ എഴുതുന്നു 36 ഈക്വൽ ടു 2 into 3.14f. 36 ഈക്വൽ ടു 2 into 3.14 എന്ന് പറഞ്ഞാൽ 2 into 3 6 പോയിന്റ് 2 into 0.14 പറഞ്ഞാൽ 2.8 f into f. ഇനി എഫ് അല്ലേ, ഫ്രീക്വൻസി അല്ലേ, നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 6.28 എടുത്ത് 10 കിട്ടാൻ മതി. അപ്പൊ എന്ത് വരും? 36 ഹരിക്കണം 6.28 ഈക്വൽ ടു എഫ്. 36 ഹരിക്കണം 6.28 നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. 36 ഹരിക്കണം 6.28 സയന്റിഫിക് കാൽക്കുലേറ്റർ വേണം നിർബന്ധമൊന്നുമില്ല. ആൻസർ വരുന്നത് 5.732. F is equal to 5.732. അപ്പൊ എഫ് കിട്ടി. ഇനി എന്തൊക്കെ കിട്ടാനുള്ളത്? ആംപ്ലിറ്റ്യൂഡ് കിട്ടി, എഫ് കിട്ടി. എഫ് എത്രയായിരുന്നു? 5.73. Then അടുത്തത് വാട്ട് ഈസ് ദി ഇനീഷ്യൽ ഫേസ് അറ്റ് ഒറിജിൻ? ഇനീഷ്യൽ ഫേസ്, ഈ ഇക്വേഷൻ നോക്കിയിട്ട് അതിന്റെ ഫേസ് കണക്കാക്കണം. എന്താണോ ഫേസ് എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസിന് സിമിലർ ആയിട്ട് ഇവിടെ ഏതാ കിടക്കുന്നത്? π/4. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫേസ് എന്നത് എന്തായിരിക്കും? π/4 ആയിരിക്കും. π/4 ഫേസ് എന്നത് π/4. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If it is traveling wave, ഇതൊരു traveling wave ആണ് എങ്കിൽ what are the speed and direction of propagation? ഈ വേവിന്റെ വേഗതയും അതുപോലെ തന്നെ ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇതിന്റെ പ്രൊപ്പഗേഷനും കണക്കാക്കണം. എടോ ഇതിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം എന്താ? y of x, t equal to 3 sin ഇതാണ് ഇക്വേഷൻ വരുന്നത്. അഥവാ kx plus omega t plus 5 രൂപത്തിലാണ് ഇക്വേഷൻ വന്നിട്ടുള്ളത്. ഇത് എന്ത് കാണാനുള്ള ഇക്വേഷൻ ആണ്? നെഗറ്റീവ് x ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കുന്ന വേവിന്റെ ഇക്വേഷൻ ആണ്. തിരിച്ച് പോസിറ്റീവ് x ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കുന്ന വേവ് ആയിരുന്നുവെങ്കിൽ ഇക്വേഷന്റെ സ്ഥാനത്ത് kx മൈനസ് ഒമേഗ ടി എന്ന് വരുമായിരുന്നു. പക്ഷെ ഇവിടെ പ്ലസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് വേവ് ഈസ് പ്രൊപ്പഗേറ്റഡ് ടു നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. പ്രൊപ്പഗേഷൻ എവിടേക്കാ വരുന്നത്? നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ എന്തുകൂടെ കാണണം? ഇതിന്റെ സ്പീഡും കൂടെ കാണണം. സ്പീഡ്, ഒരു വേവിന്റെ വേഗത എന്നത് ഇതിലെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നതാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. എങ്കിലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്, ഒരു വേവിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ വേഗത കണക്കാക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ഒരു വേവിന്റെ തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എന്നത് ലാംഡയും ഒരു വേവിന്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി എഫുമാണ് എങ്കിൽ വേഗത കണ്ടെത്താൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് മക്കളെ. ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്, കാണാണ്ട് നിങ്ങൾ പഠിച്ചോളൂ. V is equal to F lambda. V is equal to F lambda, where F is frequency and lambda is wavelength. ലാംഡ എന്നത് വേവ് ലെങ്തും എഫ് എന്നത് ഫ്രീക്വൻസിയും ആണ് എങ്കിൽ വളരെ ഈസി ആയിട്ട് അവ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരംഗത്തിന്റെ വേഗത അഥവാ സ്പീഡ് കണക്കാക്കാൻ സാധിക്കും. എത്ര സ്പീഡിലാണ് തരംഗം പോണത്, എത്ര വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്നതുപോലെ എത്രയാണ് അതിന്റെ വെലോസിറ്റി എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ആൾറെഡി നമ്മൾ എഫ് കണക്കാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഏതും കൂടെ കണക്കാക്കിയാൽ മതി. ലാംഡ അഥവാ വേവ് ലെങ്ത് കൂടി കണക്കാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ തരംഗത്തിന്റെ വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് വേവ് ലെങ്ത് ആയ ലാംഡ എന്ന് കണക്കാക്കാൻ പറ്റുമോ? അതിന് എവിടെയെങ്കിലും ലാംഡ ഉണ്ടോ? ഇല്ല. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ലാംഡ കിട്ടൂല, പക്ഷെ രണ്ട് നോട്ടത്തിൽ നോക്കിയാൽ ലാംഡ കിട്ടും. ഏതാ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്?
കെ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയണം. എന്താണ് കെ കാണാൻ, വേവ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ 2π/λ. ഇതിലാരുണ്ട്, ലാംഡയുണ്ട്. 2π/λ, ഇതിൽ ലാംഡയുണ്ട്. ഈ ബൈ ലാംഡയിലെടുത്ത് ഇപ്പുറത്ത് കിട്ടാൻ എന്ത് വരും, ഇൻറ്റു ലാംഡ ആയിട്ട് മാറും. കെ ലാംഡ ഈക്വൽ ടു 2π/k എന്ന് വരും. സോറി, കെ ലാംഡ ഈക്വൽ ടു 2π എന്ന് വരും. ഇതിൽ നിന്ന് ലാംഡയെ മാത്രം അവിടെ നിർത്തിയിട്ട്, കാരണം ലാംഡയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, കെനെ എടുത്ത് അപ്പുറത്തേക്ക് ഇടാം. അപ്പൊ എന്ത് വരും, ലാംഡ ഈക്വൽ ടു 2π/k. ലാംഡ ഈക്വൽ ടു 2π/k which is equal to 2. പൈയുടെ വാല്യൂ എന്നത് 3.14 ഡിവൈഡഡ് ബൈ കെന്റെ വാല്യൂ എത്രയാണോ, എന്താണ് കെ, kx-ലാണ് കെ കിടക്കുന്നത്. അതിന്റെ പകരത്തിലായിട്ട് ഇവിടെ 0.018x എന്നാണ്. അതായത് kx ഈക്വൽ ടു 0.018x. ഈ x കൊണ്ട് വായിച്ചു, ഈ x കൊണ്ട് വായിച്ചു. അപ്പൊ എന്ത് കിട്ടി, k കിട്ടി. k എത്രയാണ്, 0.018. k എന്നത് 0.018. 2 × 3.14 എന്ന് പറഞ്ഞാൽ 6.28 ഹരിക്കണം 0.018. വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. 6.28 ഹരിക്കണം 6.28 ഹരിക്കണം 6.28 ഹരിക്കണം 0.018 which is equal to എത്രയാണ് വരുന്നത്, 348.888. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എത്ര ആക്കാം, 349 എന്ന് എഴുതാം. 349. ഇവിടെ എല്ലാം തന്നിട്ടുള്ളത് സെന്റിമീറ്റർ ആയതുകൊണ്ട് 349 സെന്റിമീറ്റർ. നമുക്കപ്പോ വേവ് ലെങ്ത് ആയ ലാംഡയും കിട്ടി, ഫ്രീക്വൻസി ആയ എഫും കിട്ടി. ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് v is equal to f lambda which is equal to f ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കാം, 5.73 എന്ന് കൊടുക്കാം. 5.73 ഇൻറ്റു ലാംഡയുടെ സ്ഥാനത്തോ 348.88 അല്ലെങ്കിൽ 349 എന്ന് കൊടുക്കാം. രണ്ടും തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇൻറ്റു 5.73 which is equal to എത്രയാണോ വരുന്നത്, 1999.111. 1999.111. 1999 എന്നതിനെ വേണമെങ്കിൽ നമുക്ക് 2000 എന്ന് റൗണ്ട് ചെയ്യാം. 2000 ആണ് ഇതിന്റെ വേഗത. വേഗത യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ ഇവിടെ ശരിക്കും മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാൻ പറ്റൂല, സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ 2 × 10⁻³ സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ തരംഗത്തിന്റെ വേഗതയായിട്ട് വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മനസ്സിലാകാത്തവർ ഒന്നുകൂടെ അടിച്ചിട്ട് ഒന്നുകൂടെ ആദ്യം മുതൽ ഒന്നുകൂടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതേ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുള്ളൂ. ഇതിന് സിമിലർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ആ വീഡിയോയിൽ കാണിക്കാം. അതിന്റെ ഉത്തരം നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടാത്തതിന്റെ ആൻസർ ഉണ്ട് എങ്കിൽ നിങ്ങൾ സംശയം വിളിച്ച് ചോദിക്കുക. സ്റ്റാൻഡിംഗ് വേവ്സ്, നോർമൽ മോഡ്സ്, ഡോപ്ലർ എഫക്റ്റ് എന്നിങ്ങനെ മുൻവർഷങ്ങളിൽ ധാരാളമായി ചോദ്യങ്ങൾ ചോദിക്കാറുള്ള മനോഹരമായ വലിയ വലിയ ഒരുപാട് ടോപ്പിക്കുകളെ മാറ്റി നിർത്തി ഇത്തവണ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്. മക്കളെ, മുൻവർഷങ്ങളിൽ തീരെ ചോദ്യങ്ങൾ ചോദിക്കാത്ത വെറും 4-5 ഇക്വേഷൻസ് മാത്രം അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു ടോപ്പിക്കാണ്. വ്യത്യസ്ത മീഡിയങ്ങളിലൂടെയുള്ള സൗണ്ട്സിന്റെ അല്ലെങ്കിൽ വേവ്സിന്റെ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത്, ഇത്രയേ ഇതിൽ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ അറിഞ്ഞിരിക്കേണ്ട, കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരു 4-5 ഇക്വേഷൻസ് കാണാതെ അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു ടോപ്പിക്. ഏതൊക്കെ ഇക്വേഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഏകദേശമുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ല, ഇത്തരം ഒരു മോഡൽ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മുൻവർഷങ്ങളിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്തത് കൊണ്ട് സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന നിലക്ക് മാത്രമാണ് നമ്മൾ ഇതിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്. ഒരു ട്രാവലിംഗ് വേവിന്റെ സ്പീഡ്, അല്ലെങ്കിൽ ഒരു തരംഗത്തിന്റെ വേഗത കണ്ടുപിടിക്കാൻ നോർമലി നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് v = f ലാംഡ. v = f × ലാംഡ. ഒരു വേവിന്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി f ഉം
അതിന്റെ വേവ് ലെങ്ത് തരംഗദൈർഘ്യം ലാംഡയും ആണെങ്കിൽ കോമൺലി നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് V = F ലാംഡ. ഇതൊരു ഇക്വേഷൻ ആണ്. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് കൂടാതെ വേറെയും ചില ഇക്വേഷൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് ഞാൻ പറയുകയാണ് വെലോസിറ്റി V = ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇത് നമ്മൾ ആൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ചാപ്റ്റർ മുതൽക്കേ പഠിച്ചു വരുന്നതുമാണ്. ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ലഭിക്കും. ഇത് രണ്ടും അല്ലാതെ ഈ ടോപ്പിക്കിൽ ഇനി പ്രധാനപ്പെട്ട ഒരു 5 ഇക്വേഷൻസ് കൂടെ നമ്മൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ഇക്വേഷൻ ആണ് സ്പീഡ് ഓഫ് എ വേവ് ട്രാവൽഡ് ത്രൂ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. എന്താണ് മക്കളെ ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ? ഇപ്പോ ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ ഒരു കയറുണ്ട്, ദൂരെയുള്ള ജനാലയിൽ ആ കയറിന്റെ മറ്റേ അറ്റം ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കയറിലൂടെ ഒരു വേവ് അങ്ങോട്ട് പോകും. അത്തരം വേവുകളുടെ അല്ലെങ്കിൽ ഇത്തരം സ്ട്രിങ്ങിലൂടെ വലിച്ചു കെട്ടിയിട്ടുള്ള കയറുകളിലൂടെയുള്ള തരംഗങ്ങളുടെ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വെലോസിറ്റി V = √T/μ, where T is called tensile force. എന്താ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ വലിവ് ബലം എന്ന് പറയും. വലിവ് ബലം. മ്യൂ എന്നത് ലീനിയർ മാസ് ഡെൻസിറ്റി ആണ്. ലീനിയർ മാസ് ഡെൻസിറ്റി അഥവാ മാസ് ഓഫ് ദി സ്ട്രിങ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് സ്ട്രിങ്. കയറിന്റെ മാസ് ഡിവൈഡഡ് ബൈ കയറിന്റെ നീളം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലീനിയർ മാസ് ഡെൻസിറ്റി കിട്ടും. ലീനിയർ മാസ് ഡെൻസിറ്റി മ്യൂവും വലിവ് ബലം ടെൻസൈൽ ഫോഴ്സ് ടിയുമാണെങ്കിൽ നീട്ടി വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു കയറിലൂടെ പോകുന്ന തരംഗത്തിന്റെ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് T/μ. മനസ്സിലാക്കിക്കോളൂ. T/μ, √T/μ. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് എ വേവ് ത്രൂ സോളിഡ് സർഫസ്. ഖരപദാർത്ഥങ്ങളിലൂടെ മുകളിലൂടെ വേവ് സഞ്ചരിക്കും ത്രൂ വൈബ്രേഷൻ. റെയിൽപാളത്തിലൂടെ ഒക്കെ ചെയ് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കാം. ട്രെയിൻ വരുന്ന സൗണ്ട് റെയിൽപാളത്തിലൂടെ സഞ്ചരിക്കും. ഡെസ്കിലൊക്കെ ചലവിച്ചു കഴിഞ്ഞാൽ ദൂരെ അപ്പുറത്തൊരാൾ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കേൾക്കാം. കാരണം മരത്തിലൂടെയും വെള്ളത്തിലൂടെയും സോളിഡ് സബ്സ്റ്റൻസിലൂടെയൊക്കെ ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ വേവ്സ് സഞ്ചരിക്കുന്നുണ്ട് ബൈ ഡ്യൂ ടു ഇറ്റ്സ് വൈബ്രേഷൻ മൂലം. എന്തോ ആകട്ടെ, ഏതൊരു പ്രതലമാകട്ടെ, ആ പ്രതലത്തിന്റെ ഡെൻസിറ്റി റോയും അതിന്റെ യങ്സ് മോഡുലസ് വൈയും ആണെങ്കിൽ ഒരു സോളിഡ് സർഫസിലൂടെയുള്ള വെലോസിറ്റി ഓഫ് വേവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് V √Y/ρ. എന്താണ് യങ്സ് മോഡുലസ്? നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ട്. ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ അഥവാ ഫോഴ്സ് ബൈ ആക്ടിങ് ഏരിയ ഡിവൈഡഡ് ബൈ ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതാണ് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. യങ്സ് മോഡുലസ് വൈയും ഡെൻസിറ്റി റോയും ആണ് എങ്കിൽ സോളിഡ് പദാർത്ഥങ്ങളിലൂടെയുള്ള ഖരപദാർത്ഥങ്ങളിലൂടെയുള്ള ഒരു തരംഗത്തിന്റെ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് V √Y/ρ. അതുപോലെ തന്നെ ഒരു ലിക്വിഡ് സർഫസിലൂടെ ഒരു ജല ഉപരിതലത്തിലൂടെ പോകുന്ന വേവിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് V B/ρ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ റൂട്ട് ഒന്നുമില്ല, നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. V B/ρ. B എന്നത് ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ് നമുക്കറിയാം. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണെങ്കിൽ ബൾക്ക് മോഡുലസ് നമുക്കറിയാം വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്, അഥവാ ചേഞ്ചിങ് വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. റോ എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെൻസിറ്റിയുമാണ്. ഇനി അതുപോലെ തന്നെ ഇപ്പോ ഒരു അറ്റ്മോസ്ഫിയർ ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ എപ്പോഴും കോമൺ ടെമ്പറേച്ചർ ആണ് 27°C അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഐസോതെർമൽ കണ്ടീഷൻ. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലൂടെ ഒരു വേവ് പാസ് ചെയ്യുകയാണെങ്കിൽ ആ വേവിന്റെ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് P/ρ, √P/ρ, where P is pressure. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി. ഇത് കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ ആയതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു കോമൺ പ്രഷർ ആയിട്ടുള്ള കോൺസ്റ്റന്റ് പ്രഷർ ആയിട്ടുള്ള ഒരു മീഡിയത്തിലൂടെ ഒരു തരംഗം സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ, ഒരു വേവ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ വേവിന്റെ ഇക്വേഷൻ ചെറിയൊരു മാറ്റമുണ്ട്. √P/ρ കൂടെ ഒരു ഗാമ ചേർത്തിട്ടുണ്ട്. നമ്മൾ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് എന്നാണ് ഗാമയെ റെപ്രസെന്റ് ചെയ്യുക, CP/Cv. ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ ആദർശവാതക സമവാക്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗ്യാസ്
പഠിച്ചപ്പോൾ അവർ പഠിച്ചിട്ടുണ്ട് CP/CV, ratio of specific heat gamma equal to specific heat capacity at constant pressure divided by specific heat capacity at constant volume. CP/CV ആണ് gamma P/ρ ആണ് സ്പീഡ് ഓഫ് വേവ് ത്രൂ അഡിയാബാറ്റിക് മീഡിയം. കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രഷർ ഉള്ള ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തരംഗത്തിന്റെ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്, gamma P/ρ. ഇതൊക്കെയാണ് സാധാരണ നോർമലി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു പോയിന്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, എക്കോ ഒക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അഥവാ പ്രതിധ്വനിയൊക്കെ സംഭവിക്കണമെങ്കിൽ ഏതൊരു കണ്ടീഷനിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ചെവിക്കുള്ളിൽ ശബ്ദം ഒരു നിശ്ചിത സമയം തങ്ങി നിൽക്കുന്നു. പെർസിസ്റ്റൻസ് ഓഫ് അവർ ഇയർ, പെർസിസ്റ്റൻസ് ഓഫ് അവർ ഇയർ, ശബ്ദത്തിന്റെ സ്ഥിരത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരാളുടെ ചെവിയിലും 1/10 സെക്കൻഡ് സമയം തങ്ങി നിൽക്കും. അതും നിങ്ങളൊരു പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തൊരു ചോദ്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദി സൗണ്ട് സിഗ്നൽ ഫ്രം എ സോണാർ ഓഫ് എ ഷിപ്പ് പ്രൊഡ്യൂസ്ഡ് എ സൗണ്ട് ടു ദി വാട്ടർ. നമുക്കറിയാം കപ്പലുകളിൽ കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഈ സോണാർ എന്ന ഉപകരണം കടലിലേക്ക് ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ആ ശബ്ദം കടലിന്റെ അടിത്തട്ടിൽ പോയിട്ട്, ഇതാണ് ഇപ്പൊ കപ്പൽ എന്ന് വിചാരിക്കുക, സോണാർ എന്ന ഉപകരണം ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ആ ശബ്ദം കടലിന്റെ അടിത്തട്ടിൽ പോയിട്ട് തട്ടിയിട്ട് തിരിച്ച് കപ്പലിലേക്ക് തന്നെ വരും. ഈ ശബ്ദം പുറപ്പെട്ടത് മുതൽ എത്ര സമയത്തിന് ശേഷമാണ് തിരിച്ചെത്തുന്നത്? ഒരുപാട് സമയം വൈകിട്ടാണോ, വളരെ നേരത്തെയാണോ? ഇങ്ങനെ പുറപ്പെട്ടത് മുതൽ തിരിച്ച് സോണാറിലേക്ക് തന്നെ എത്തുന്ന ആ സമയം കൂടുതലാണോ കുറവാണോ എന്നതൊക്കെ ആസ്പദമാക്കി കടലിന്റെ ആഴം, അടിത്തട്ടിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് സോണാർ. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് എങ്കിൽ സോണാർ മനസ്സിലാക്കും കടലിന് ആഴം കൂടുതലാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ സോണാർ മനസ്സിലാക്കും കടലിന് അവിടെ ആഴം വളരെ കുറവാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കപ്പലിന്റെ കടലിന്റെ അടിത്തട്ടിൽ വരാൻ സാധ്യതയുണ്ട്, മുട്ടാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കടലിന്റെ ആഴം അഥവാ ഡെപ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. അപ്പം പറഞ്ഞു വരുന്നത് എന്താ, ഈ സോണാർ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ് വിൽ ബി റിട്ടേൺ ബാക്ക് ടു ദി ഷിപ്പ് ആഫ്റ്റർ 4 സെക്കൻഡ്. പുറപ്പെടുവിച്ചത് മുതൽ തിരിച്ചവിടേക്ക് എത്തുന്നത് വരെ 4 സമയം ഇടവേള വന്നു. അഥവാ ഒരു സൗണ്ട് പുറപ്പെടുവിച്ചു, 4 സെക്കൻഡുകൾക്ക് ശേഷം ആ സൗണ്ട് കപ്പലിൽ തിരിച്ചെത്തിയെങ്കിൽ കടലിന്റെ ആഴം കണക്കാക്കുക. കാൽക്കുലേറ്റ് ദി ഡെപ്ത് ഓഫ് സീ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. V ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഉപയോഗിച്ചിട്ട്. ടൈം 4 സെക്കൻഡ് ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഡെപ്ത് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. വെലോസിറ്റി ഓഫ് സൗണ്ട് എന്താ, 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ് കടൽ ജലത്തിലൂടെ എന്നത് ചോദ്യത്തിൽ തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാനായിരിക്കും ഇത്തവണ എക്സാമിന് ചോദ്യം വരിക എന്നത് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെയുള്ള സൗണ്ടിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ √T/μ, അതുപോലെ തന്നെ സോളിഡ് സർഫസിലൂടെയുള്ള സൗണ്ടിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യങ്സ് മോഡുലസ് ബൈ റോ, √Young's modulus by rho. അതുപോലെ തന്നെ ലിക്വിഡ് സർഫസിലൂടെയുള്ള സൗണ്ടിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു വേവിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബൾക്ക് മോഡുലസ് ബൈ ഡെൻസിറ്റി. സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ ഐസോതെർമൽ ഗ്യാസ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു ഗ്യാസിലൂടെയുള്ള ഒരു സൗണ്ടിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V √P/ρ. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺസ് ഫോർമുല കേട്ടോ. P/ρ എന്ന ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺസ് ഫോർമുല. അതുപോലെ തന്നെ അഡിയാബാറ്റിക് മീഡിയം, കോൺസ്റ്റന്റ് മീഡിയത്തിലൂടെയുള്ള സൗണ്ടിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഗാമ P/ρ. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാപ്ലേസ് ഫോർമുല അല്ലെങ്കിൽ ന്യൂട്ടൺ ലാപ്ലേസ് ഫോർമുല കേട്ടോ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ന്യൂട്ടന്റെ ഫോർമുലയുടെ കൂടെ ഒരു ഗാമ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ലാപ്ലേസ് ഫോർമുലയായി. ഇത് ഐസോതെർമൽ കണ്ടീഷനിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന, സ്ഥിര ഊഷ്മാവിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എങ്കിൽ ഇത് സ്ഥിരമർദ്ദത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ഇക്വേഷൻ ആണ് ഗാമ P/ρ, where gamma is called ratio of specific heat. Gamma is called ratio of specific heat.